ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് തെളിയുന്ന പുതിയ മൊഴി പുറത്ത്. കുപ്പി സുബീഷും BJP നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. താൻ ഉൾപ്പെടെ 4 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയത് എന്ന് കുപ്പി സുബീഷ് വെളിപ്പെടുത്തുന്നു. അതേസമയം മൊഴി നിഷേധിച്ച് സുബീഷ് രംഗത്ത് വന്നു. NDF പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കെ RSS പ്രവർത്തകനായ കുപ്പി സുബീഷിന്റെ താനടക്കം 4 RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയതെന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫസലിനെ ഭയപ്പെടുത്താൻ പോയതാണെന്നും എന്നാൽ അയാൾ ഭയങ്കരമായാണ് ഞങ്ങളോട് പ്രതികരിച്ചതെന്നും കൂടെയുള്ളയാൾ ആദ്യം വെട്ടിയെന്നും പിന്നീട് ഞങ്ങൾ എല്ലാവരും വെട്ടിയെന്നും സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. അപ്പോൾ വന്ന് ഇവനെ ബൈക്കും കയറി 4 ആളും കയറി ബാക്കിൽ ഇരുന്ന് 3 ആൾ അട്ടിക്കുന്നു. അല്ലല്ല, ഞാൻ ബാക്കിലായിരിക്കുന്നു, ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നു, ബാക്കി ഷിനോജ് ഓടിക്കുന്നുണ്ട്. അങ്ങനെ അട്ടിക്കിട്ട് വിട്ട്. സംഭവം CPIMന്റെ തലയിലായതോടെ സംഘടന ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അറിഞ്ഞിട്ടൊരു സാധനം ഒളിപ്പിച്ചിട്ട് അജേട്ടൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ. അപ്പോൾ കേസ് തിരിഞ്ഞ് കുറെ പേരടിക്കായി. സംഘടനക്ക് ആത്മവിശ്വാസം കൂടി സംഘടന വന്ന് നിങ്ങൾ ഈ സംഭവിച്ചൊന്നും അറിയില്ല എന്നത് ഇതിൽ വിട്ട്. അതിനുശേഷമാണ് നമ്മൾ ആൾക്കാർ ഓരോ എങ്ങനെയാണ് പറയുന്നത്. ആദ്യ കൊലപാതകമായിരുന്നു അത്. കൂടെയുണ്ടായിരുന്ന ഷിനോജ് പിന്നീട് പനി വന്ന് ആശുപത്രിയിലായെന്നും 2 വർഷം മുൻപ് BJP നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. കുപ്പി സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതോടെ സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന CBI വാദവും പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ്. ഏതന്വേഷണവും നേരിടാമെന്ന സുബീഷിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി P. ജയരാജൻ. സുബീഷിന്റെ ഈ ആവശ്യം CBI അംഗീകരിക്കണമെന്നും P. ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴി നമ്മൾ ദൃശ്യമായിട്ട് കാണുന്ന അവസരത്തിൽ എന്തെങ്കിലും മർദ്ദിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് ആരും പറയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു സത്യസന്ധമായിട്ടുള്ള തുറന്നു പറച്ചിലായിട്ടാണ് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ അദ്ദേഹം RSSൻ്റെ കസ്റ്റഡിയിലാണ്. ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തി തന്നെ RSSൻ്റെ അഭിഭാഷകൻ, RSSൻ്റെ പ്രവർത്തകന്മാർ ഇവരുടെ ഒരു വലയത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ സുബീഷ് RSSനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വാദഗതിയുമായിട്ട് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഏത് അന്വേഷണത്തെ നേരിടാൻ താൻ തയ്യാറാണ്. അതുതന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്, ഫസലിൻ്റെ സഹോദരനും ആവശ്യപ്പെടുന്നത്. CBI അതിന് വഴങ്ങണം. കോഴിക്കോട് ജില്ലയിൽ CPM ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. നന്മണ്ടയിലും ഫറൂഖിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന യോഗം ചേരും. ഫറൂഖിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം നടന്നത്. ഓഫീസിന് അക്രമി സംഘം തീയിട്ടു. നന്മണ്ടയിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു. കല്ലേറിൽ ഓഫീസിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു. ബാലുശ്ശേരി മേഖലയിൽ CPIMന്റെയും DYFIയുടെയും കൊടിമരങ്ങളും സ്തൂപങ്ങളും വ്യാപകമായി തകർത്തു. ആക്രമണത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്നാണ് CPIMന്റെ ആരോപണം. അതേസമയം വടകര തോടന്നൂരിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്നാണ് CPIM ആരോപണം. ജില്ലയിൽ BJP പ്രഖ്യാപിച്ച ഹർത്താലിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ബോംബാക്രമണം ഉൾപ്പെടെ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ CPIM ഓഫീസുകൾക്ക് നേരെ ജില്ലയിൽ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KM മാണിക്കെതിരെ കോൺഗ്രസ് മുഖപത്രത്തിന്റെ അതിരൂക്ഷ വിമർശനം. മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമായിരുന്നുവെന്ന വീക്ഷണത്തിന്റെ വിലയിരുത്തൽ. KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചത് KM മാണി കാരണമാണ് എന്നും രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയും ഇല്ലാത്ത അപ്പോസ്തലനാണ് മാണിയെന്നും പത്രം വിമർശിക്കുന്നു. UDF 100 തവണ തോറ്റാലും മാണിയെ തിരികെ വിളിക്കരുതെന്നും പത്രം മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിന് മറുപടിയുമായി KM മാണി, വീക്ഷണത്തിന്റെ ഉപദേശം കോൺഗ്രസിനോട് മതിയെന്ന് മാണി പറഞ്ഞു. KM മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമാണെന്ന രൂക്ഷ വിമർശനം ഉയർത്തുന്ന വീക്ഷണം കവലയിൽ നിന്ന് വിലപേശുന്ന നേതാവാണ് KM മാണിയെന്നും പരിഹസിക്കുന്നു. രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയുമില്ലാത്ത മാണിയുടേത് വിലപേശിയും പിടിച്ചുപറിച്ചും സ്ഥാനമാനങ്ങൾ കൈക്കലാക്കുന്ന ശൈലിയാണ്. ഗുരുഹത്യയുടെ പാപം പുരണ്ട കൈകളാണ് മാണിയുടേതെന്നും കേരള കോൺഗ്രസ് സ്ഥാപകൻ KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചതിന്റെ ഉത്തരവാദിത്തം മാണിക്കാണെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. നിരവധി നേതാക്കളുടെ ചോര വീഴ്ത്തിയാണ് ജോസ് കെ മാണിയെ അനന്തരാവകാശിയായി മാണി വാഴിച്ചത്. മാണിക്ക് വേണ്ടി UDFൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന ധാരണ വേണ്ടെന്നും കോൺഗ്രസ് ചുമന്നതുകൊണ്ടാണ് മാണിക്ക് രാഷ്ട്രീയ അസ്തിത്വമുണ്ടായതെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം വീക്ഷണത്തിന് ഇടിവ് സംഭവിച്ചുവെന്ന് KM മാണി പ്രതികരിച്ചു. കാലത്തായിട്ട് വീക്ഷണത്തിന് കുറെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ ഗ്രഹിക്കാതെയും വിലയിരുത്താതെയും വാരിക്കുട്ടി എഴുതുക. ഇപ്പോൾ വീക്ഷണം ഞാനൊരു ചതിവും കാണിച്ചിട്ടില്ല. UDFൽ ഇല്ലാത്ത ഞാൻ കേരള കോൺഗ്രസ് പാർട്ടി
ഇവിടെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ തെറ്റിരിക്കുന്നത്. വീക്ഷണത്തിന്റെ അഭിപ്രായം തള്ളി രംഗം ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് KPCC നേതൃത്വം. കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായയുടെ ലേഖനത്തിലുള്ള വീക്ഷണത്തിന്റെ മറുപടിയാണ് വിവാദത്തിന് വഴിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതിയ മദ്യനയത്തെ അനുകൂലിച്ച ഷിബു ബേബി ജോണിന് പിന്തുണയുമായി കെ മുരളീധരൻ. UDFനെ ക്ലിഫ് ഹൌസിൽ നിന്നും കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ചത് മദ്യനയമായിരുന്നുവെന്നും കെ മുരളീധരന് UDF യോഗത്തിൽ പറയേണ്ടി വന്നു. എന്നാൽ മദ്യനയത്തിൽ വ്യക്തിപരമായ അഭിപ്രായം കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും എന്നാലും UDFന്റെ സമര തീരുമാനം ഉൾക്കൊള്ളുന്നു എന്നുമാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്നലെ നടന്ന UDF യോഗത്തിലാണ് കെ മുരളീധരൻ മുൻ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ആഞ്ഞടിച്ചത്. മദ്യനയം മൂലമാണ് ക്ലിഫ് ഹൌസിൽ നിന്നും കന്റോൺമെന്റ് ഹൌസിലേക്ക് UDF എത്തപ്പെട്ടത്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും താൻ UDFന്റെ മദ്യനയം അംഗീകരിക്കുന്നതായും കെ മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. UDFന്റെ മദ്യനയത്തെ എതിർത്ത് സംസാരിച്ച ഷിബു ബേബി ജോണിന് പിന്തുണ രേഖപ്പെടുത്തുന്നതായും കെ മുരളീധരൻ UDF യോഗത്തിൽ അറിയിച്ചു. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട കെ മുരളീധരൻ വിവാദമുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. UDFന്റെ മദ്യനയമാണോ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന ചോദ്യത്തിന് മുരളീധരൻ ഇങ്ങനെ പ്രതികരിച്ചു. അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാം അന്നത്തെ കാലത്ത് എടുത്ത തീരുമാനത്തിനോടൊക്കെയുള്ള എൻ്റെ വീക്ഷണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ടാണ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. സമരം ശക്തിപ്പെടണം എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സമരം അത്ര പോരാ എന്നുള്ള അഭിപ്രായം UDFലെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള സമരം നടത്തണം എന്ന് പറയാനുള്ള കാരണം. KM മാണിക്കെതിരെ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിച്ച് KM മാണിക്ക് ഇല്ലാത്ത പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നായ വിൽപ്പനയ്ക്കും പ്രജനനത്തിനും കർശന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കശാപ്പിന് വേണ്ടിയുള്ള കന്നുകാലി വിൽപ്പനയ്ക്കും അലങ്കാര മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വിൽപ്പനയ്ക്കും കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണിത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. വാണിജ്യാടിസ്ഥാനത്തിലുള്ള നായവിൽപ്പനയ്ക്കും പ്രജനനത്തിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണമെന്നാണ് പുതിയ നിർദ്ദേശം. കർശന വ്യവസ്ഥകളാണ് ലൈസൻസ് ലഭിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 മാസത്തിൽ താഴെ പ്രായമുള്ള നായ്ക്കളെ വിൽക്കാൻ പാടില്ല. നായ്ക്കൾക്ക് മൈക്രോചിപ്പ് ഘടിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രജനന കേന്ദ്രങ്ങളിൽ മൃഗഡോക്ടറുടെ സാന്നിധ്യമുണ്ടാകണം. ശ്വാന പ്രദർശനങ്ങൾ നടത്തുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. കർശന വ്യവസ്ഥകളോടെ മാത്രമേ പ്രദർശനങ്ങൾ നടത്താവൂ. ഇത്തരം പ്രദർശനങ്ങളിൽ നായവിൽപ്പന പാടില്ലെന്ന വ്യവസ്ഥയും പ്രാബല്യത്തിൽ വരും. സംസ്ഥാന മൃഗസംരക്ഷണ ബോർഡുകൾക്കാണ് നിയമം നടപ്പാക്കാനുള്ള ചുമതല. കശാപ്പ് നിയന്ത്രണത്തിന് പിന്നാലെ അലങ്കാര മത്സ്യങ്ങളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണം കൊണ്ടുവരാൻ നീക്കം നടത്തുകയായിരുന്നു. കശാപ്പിന് വേണ്ടിയുള്ള കന്നുകാലി വിൽപ്പന നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപക എതിർപ്പാണ് ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ ഭൂരിപക്ഷ അക്വേറിയങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായി. ചെറുകിട അലങ്കാര മത്സ്യ സ്റ്റോളുകളെയാണ് കേന്ദ്ര വിജ്ഞാപനം ഗുരുതരമായി ബാധിക്കുക. മുഴുവൻ സമയം വെറ്ററിനറി ഡോക്ടറെ നിയമിക്കുന്നത് ഉൾപ്പെടെ അലങ്കാര മത്സ്യ സംരംഭകർക്ക് വൻ സാമ്പത്തിക ചെലവാണ് വിജ്ഞാപനത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും കേന്ദ്രം നിയന്ത്രണം കൊണ്ടുവന്നതോടെ രാജ്യത്തെ ഭൂരിഭാഗ അലങ്കാര മത്സ്യ സ്റ്റാളുകളും അക്വേറിയങ്ങളും അടച്ചുപൂട്ടേണ്ട ഗതികേടിലായി. ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ബാധകമാണ്. സ്ഫടികഭരണികളിൽ മത്സ്യം വളർത്തുന്നതും പ്രദർശനം നടത്തുന്നതും തടഞ്ഞു. ഓരോ അക്വേറിയ വിപണനശാലയും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണമെന്നും വിജ്ഞാപനം അനുശാസിക്കുന്നു. രാജ്യത്തെ ഭൂരിപക്ഷ അക്വേറിയങ്ങളും സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം നടത്തുന്നവയോ ചെറുകിട സംരംഭങ്ങളോ ആണ്. അതിനാൽ തന്നെ ഇത്തരം സംരംഭകർക്ക് വൻ തുക ചെലവഴിച്ച് ഡോക്ടറെയോ വിദഗ്ധനെയോ നിയമിക്കാനാകില്ല. കേരളത്തിൽ വിപണിയിൽ ഏറ്റവും ആവശ്യക്കാരേറിയ ക്ലൗൺ ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, ബാറ്റ് ഫിഷ്, പാരറ്റ് ഉൾപ്പെടെയുള്ള 158 ഇനം അലങ്കാര മത്സ്യങ്ങൾക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണം ബാധകമാവുക. അതിനാൽ തന്നെ കേന്ദ്ര വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചിലവേറുന്നതോടെ ചെറുകിട അലങ്കാര മത്സ്യ സംരംഭകർ ഈ മേഖലയിൽ നിന്ന് പുറത്താകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശു അമ്മയ്ക്ക് പകരമെന്ന് ഹൈദരാബാദ് ഹൈക്കോടതി. പശുവിനെ ദൈവത്തിന് സമാനമായി കാണണമെന്നും ഗോവധത്തിന് നിലവിലുള്ള നിയമം കൂടുതൽ ശക്തമാക്കേണ്ടിയിരിക്കുന്നുവെന്നും ജസ്റ്റിസ് ശിവശങ്കർ റാവു വ്യക്തമാക്കി. ഗോവധവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ബക്രീദിന് ഉൾപ്പെടെ മതപരമായ ചടങ്ങുകൾക്ക് പശുക്കളെ അറുക്കാൻ രാജ്യത്ത് ആർക്കും മൗലിക അവകാശമില്ലെന്നും ഹൈദരാബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ പശുവിനെ ദേശീയ മൃഗമാക്കി പ്രഖ്യാപിക്കാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങണം എന്ന് കേന്ദ്രത്തോട് രാജസ്ഥാൻ ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു.
തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഖത്തർ ഉടൻ നിർത്തലാക്കണം എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ സൗദി അറേബ്യയും UAEയും പിന്തുണച്ചു. വിദേശ നയത്തിൽ മാറ്റം വരുത്താൻ ഖത്തർ തയ്യാറാകണം എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഉന്നയിച്ച വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഖത്തറിനെതിരായ ട്രംപിന്റെ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി സൗദി അറേബ്യയും UAEയും വ്യക്തമാക്കി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഖത്തർ ഉടൻ നിർത്തലാക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ സൗദി അറേബ്യയും UAEയും പിന്തുണച്ചു. ഗൾഫ് മേഖലയിലെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്ന തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ പരാതി ഉയർന്നതായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചു. അതേസമയം വിദേശ നയത്തിൽ മാറ്റം വരുത്താൻ ഖത്തർ തയ്യാറാക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഉന്നയിച്ച വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഖത്തറിനെതിരായ ട്രംപിന്റെ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി സൗദി അറേബ്യയും UAEയും വ്യക്തമാക്കി. ഇതിനിടെ ഖത്തർ ചാനലായ അൽ ജസീറയെ UAEയും ബഹ്റിനും ബ്ലോക്ക് ചെയ്തു. ഖത്തർ സർക്കാരിന്റെ TV നെറ്റ്വർക്കായ അൽ ജസീറയും സ്പോർട്സ് ചാനലിനെയുമാണ് ഈ രാജ്യങ്ങൾ വിലക്കിയത്. സൗദി അറേബ്യ അൽ ജസീറയുടെ ഓഫീസ് അടച്ചുപൂട്ടി. ഖത്തർ രാജ്യത്തോട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്നവർക്ക് കനത്ത പിഴയും ജയിൽവാസവും ശിക്ഷയായിരിക്കുമെന്നും UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAEയിൽ ഖത്തർ സ്വദേശികൾക്ക് ഓൺ അറൈവൽ വിസ ലഭിക്കില്ലെന്നും UAE വ്യക്തമാക്കി. UAEയിലുള്ള എല്ലാ ഖത്തർ സ്വദേശികളും 14 ദിവസത്തിനകം രാജ്യം വിട്ടു പോകണമെന്നും UAE നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ഖത്തർ പ്രതിസന്ധി ഇന്ത്യ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. GCC രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 80 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. GCC രാജ്യങ്ങൾക്കിടയിൽ പൂർണ്ണ സഹകരണം പുനഃസ്ഥാപിക്കണമെന്നും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഖത്തറിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്നും ഇന്ത്യൻ എംബസി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും പ്രവാസികൾ സഹായത്തിനായി എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 3 ചിത്രങ്ങൾക്ക് വിലക്ക്. രോഹിത് വെമുല, JNU, കശ്മീർ വിഷയങ്ങൾ പ്രതിപാദിച്ച സിനിമകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യത്ത് സാംസ്കാരിക അടിയന്തരാവസ്ഥയാണെന്ന് സംവിധായകൻ കമൽ പ്രതികരിച്ചു. രോഹിത് വെമുലയുടെ മരണവും തുടർന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുണ്ടായ പോരാട്ടവും പ്രതിപാദിക്കുന്ന PN രാംചന്ദ്രയുടെ ദി അൺബെയറബിൾ ബീയിങ് ഓഫ് ലൈറ്റ്നസ്, കശ്മീരിലെ സംഘർഷാവസ്ഥയും അവിടുത്തെ യുവാക്കളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്ന NC ഫസലിന്റെ ഇൻ ദി ഷെയ്ഡ് ഓഫ് ഫോളൻ ചിനാർ, JNUവിലെ വിദ്യാർത്ഥി സമരവും അതിനു പിന്നിലെ കാരണവും തേടുന്ന കാത്തു ലൂക്കോസിന്റെ മാർച്ച് 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 എന്നീ ചിത്രങ്ങൾക്കാണ് 10ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ചത്. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് ചിത്രങ്ങൾ വിലക്കിയത്. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നതായി സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ പ്രതികരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കമൽ വ്യക്തമാക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഇതൊരു തരം സാംസ്കാരികമായിട്ടുള്ള എമർജൻസി നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട കമ്മിറ്റ്മെൻറ്റുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഫിലിം മേക്കേഴ്സൊക്കെ അതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭീതിയുടെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും കലാകാരന്മാരുടെ നേരെയും ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടാവുമായിരിക്കാം. ചലച്ചിത്ര അക്കാദമിയുടെ ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ 3 ചിത്രങ്ങളും തിരഞ്ഞെടുത്തത്. നടപടി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർമാൻ കമലും വൈസ് ചെയർപേഴ്സൺ ബീന പോളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യപ്രദേശിലെ കർഷക പ്രക്ഷോഭം തണുപ്പിക്കാൻ നിരാഹാര തന്ത്രവുമായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കോൺഗ്രസ് കർഷകരെ മുൻനിർത്തി ക്രമസമാധാന നില തകർക്കുന്നുവെന്ന് ആരോപിച്ചാണ് മുഖ്യമന്ത്രിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം. സമാധാനം പുനഃസ്ഥാപിക്കുന്നവരെ സമരം തുടരും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനാകില്ലെന്ന് സംസ്ഥാന കൃഷിമന്ത്രി ഗൗരി ശങ്കർ ബിസാൻ പ്രതികരിച്ചു. 6 കർഷകരെ വെടിവെച്ചു കൊന്ന മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുകയും കർഷക പ്രക്ഷോഭം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ നിരാഹാര തന്ത്രവുമായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രംഗത്തെത്തിയത്. രാവിലെ 11 മണി മുതൽ സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിലെ ദസറ മൈതാനത്താണ് മുഖ്യമന്ത്രി അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. കർഷകരെ ഉപയോഗിച്ച് കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കുന്നതെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നുമാണ് ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രഖ്യാപനം. -10% ब्याज पे कर्जा देने का चमत्कार कहीं हुआ अपने मध्य प्रदेश की धरती पर हुआ. വിളകൾക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്തുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കർഷക സമരം 9 ദിവസം പിന്നിടുകയാണ്.
കഴിഞ്ഞ ദിവസം BJP അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘുമായി മാത്രം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചർച്ച നടത്തിയിരുന്നു. അതേസമയം പലിശരഹിത വായ്പയാണ് കർഷകർക്ക് നൽകിയിരിക്കുന്നതെന്നും ഇതിനാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനാകില്ലെന്നും സംസ്ഥാന കാർഷിക മന്ത്രി ഗൗരിശങ്കർ ബിസാൻ പ്രതികരിച്ചു. ഇതിനിടയിൽ കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ CBI അന്വേഷണം വേണമെന്നും കർഷക പ്രക്ഷോഭത്തിൽ പിന്തുണ അറിയിച്ചും ഉത്തർപ്രദേശിലും കർഷകർ വൻ പ്രക്ഷോഭം നടത്തി. ആം ആദ്മി നേതാക്കളായ ഭഗവത് മന്നും അശുതോഷും പ്രക്ഷോഭം നടത്തുന്ന കർഷകരെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. EMSന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന 20ാമത് ദേശീയ സെമിനാർ 13-14 തീയതികളിൽ മലപ്പുറം തിരൂരങ്ങാടി ചെമ്മാട് നടക്കും. 1600 പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. 13-ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകളിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, S രാമേന്ദ്രൻപിള്ള, കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി KT ജലീൽ, KN ഗണേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. 14-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സെമിനാറിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി സംഘാടന സമിതി ചെയർമാൻ V. അബ്ദുറഹ്മാൻ MLA, EN മോഹൻദാസ് തുടങ്ങിയവർ അറിയിച്ചു.